കഥയുടെ പേരാണ് ഉണ്ണിക്കലമാനും ചെങ്ങാതിമാരും. ഉണ്ണിക്കലമാനും അമ്മക്കലമാനും പാർത്തിരുന്നത് കണ്ണാടിപ്പുഴയുടെ തീരത്തുള്ള കറുകക്കാട്ടിലായിരുന്നു. ഉണ്ണിയോട് അമ്മക്ക് വലിയ സ്നേഹമായിരുന്നു. താഴത്തും തലയിലും വെക്കാതെയാണ് അമ്മ അവനെ വളർത്തി വന്നത്. പക്ഷേ ഉണ്ണി അമ്മ പറഞ്ഞതൊന്നും അനുസരിക്കാതെയാണ് വളർന്നു വന്നത്. കാട്ടിലെ തെമ്മാടികളായ മൃഗങ്ങളോടായിരുന്നു അവന്റെ കൂട്ടുകെട്ട്. ശുംഭനായ കുരങ്ങനും കള്ളനായ കുറുക്കനും ഒക്കെ ആയിരുന്നു അവന്റെ കൂട്ടുകാർ. അവരെല്ലാം ചേർന്നുള്ള വികൃതികൾ കൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ പൊറുതിമുട്ടി. ഉണ്ണിയുടെ ചീത്ത കൂട്ടുകെട്ട് കണ്ട് അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. അമ്മ അവനെ ഉപദേശിച്ചെങ്കിലും അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. മഴക്കാലം വന്നു. പുതുമഴ കൊണ്ടിട്ട് അമ്മക്കലമാന് പനി വന്നു. അമ്മയെ നോക്കാനോ മരുന്ന് കൊടുക്കാനോ ഉണ്ണി വന്നില്ല. അവൻ കൂട്ടുകാരോടൊത്ത് കളിച്ചു നടന്നു. അമ്മയുടെ മരണസമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഉണ്ണി വന്നില്ല. അമ്മയുടെ മരണത്തോടെ ഉണ്ണി പട്ടിണിയിലായി. അപ്പോഴാണ് അവൻ അമ്മയെ ഓർമ്മ വന്നത്. അമ്മയെ രക്ഷിക്കാൻ പറ്റാത്തതോർത്ത് ആദ്യമായി അവന്റെ കണ്ണു നിറഞ്ഞു. വിശന്ന് വലഞ്ഞ ഉണ്ണിക്ക് കൂട്ടുകാർ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. അകലെയുള്ള സായിപ്പിന്റെ തോട്ടത്തിൽ ചെന്ന് ചെടികൾ തിന്നുക. ഉണ്ണി കൂട്ടുകാരും ഒന്നിച്ച് സായിപ്പിന്റെ തോട്ടത്തിൽ എത്തി. വേലി പൊളിച്ച് ഉണ്ണി അകത്തു കടന്നു. കൂട്ടുകാർ പുറത്തു പതുങ്ങി നിന്നു. ഉണ്ണി കുറെ ചെടികൾ അകത്താക്കി. കുറെ പഴങ്ങൾ കടിച്ചെടുത്ത് കൂട്ടുകാർക്കും കൊടുത്തു. അന്ന് മുതൽ അതൊരു പതിവായി തീർന്നു. കുറെ ദിവസം കൊണ്ട് സായിപ്പിന്റെ തോട്ടമെല്ലാം നശിച്ചു. കലമാനും കൂട്ടുകാരും തടിച്ചു കൊഴുത്തു. ഒരു ദിവസം ഉണ്ണി സായിപ്പിന്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു കാലൊച്ച കേട്ടു. ഉണ്ണി തിരിഞ്ഞു നോക്കി. അതാ കൊമ്പൻ മീശയോ ചോര കണ്ണുള്ള സായിപ്പ് അവനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ കണ്ടത്. നീയാണല്ലേ എന്റെ തോട്ടം നശിപ്പിച്ചത്? നിന്നെ ഞാൻ ഇന്ന് സൂപ്പാക്കും. സായിപ്പ് അലറി. അയ്യോ രക്ഷിക്കണേ! ഉണ്ണിക്കലമാൻ പേടിച്ച് തിരിഞ്ഞോടി. പെട്ടെന്ന് എന്നുള്ള വലിയ ശബ്ദം അവിടെ കേട്ടു. ഉണ്ണി നിലത്തു വീണ പിടഞ്ഞു. പുറത്തു നിന്നിരുന്ന കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, അമ്മയെ അനുസരിക്കാത്ത ഉണ്ണിക്കലമാന് സംഭവിച്ചതെന്താണെന്ന് കേട്ടില്ലേ? ചീത്ത കൂട്ടുകാരുടെ ഉപദേശം കേൾക്കാതെ അമ്മമാരെ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. നമസ്കാരം.